പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച സെക്കുലർ സാറ്റർഡേ ചർച്ച ചെയ്യുന്നത് വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളെ കുറിച്ചാണ്. 1875 ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം എഴുതുന്നത്. അതിൻ്റെ ആദ്യ വരികളാണ് ദേശഗീതം എന്ന നിലക്ക് 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അംഗീകരിക്കുന്നത്. 1875 രചിച്ച ഈ കൃതി, ഈ ഗാനം എന്തുകൊണ്ട് പൂർണ്ണമായും ഉപയോഗിക്കപ്പെട്ടില്ല? നെഹ്റുവിനെ പോലുള്ള സെക്കുലറായ ഒരു മോഡേൺ നേഷനെ, ഒരു ദേശരാഷ്ട്രത്തെ, ഒരു ഇന്ത്യൻ രാഷ്ട്രത്തെ വിഭാവനം ചെയ്തിരുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ നേതാക്കൾ, രവീന്ദ്രനാഥ ടാഗോറിനെ പോലുള്ള നമ്മുടെ മഹാകവികൾ, അവരെല്ലാം തന്നെ ഈ ഗാനത്തിൻ്റെ ആദ്യ വരികൾ കഴിഞ്ഞുള്ള ഭാഗം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു മതസ്ഥർക്ക് സ്വീകാര്യമായിരിക്കില്ല, ദേശഗാനമെന്ന നിലക്ക് അവർക്ക് കൂടി പാടാൻ കഴിയുന്നതല്ല എന്നതുകൊണ്ടാണ് ആദ്യ വരികൾക്ക് അപ്പുറത്തേക്ക് ഈ ഗാനം സ്വീകരിക്കപ്പെടാതെ പോയത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഈ ഗാനത്തിൻ്റെ, വന്ദേ മാതരത്തിൻ്റെ 150-ാം, അതിൻ്റെ രചനയുടെ 150-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റ് നടന്ന ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, വന്ദേ മാതരം ഒരു ഗാനമെന്ന നിലക്ക് അതിനെ മുറിച്ചു കളഞ്ഞവരാണ്, രാജ്യത്തെ വിഭജിച്ചത് വന്ദേ മാതരത്തിൻ്റെ മുറിവാണ്, അതിൻ്റെ ആദ്യ ഭാഗം ഒഴിച്ച് മറ്റു ഭാഗം ഒഴിവാക്കിയ നെഹ്റുവിൻ്റെയൊക്കെ നിലപാടാണ് ഇന്ത്യയുടെ വിഭജനത്തിന് കാരണം. യഥാർത്ഥത്തിൽ വിഭജനം ഒരു സാമ്രാജ്യത്വ താല്പര്യമായിരുന്നുവെന്നും അത് ഇന്ത്യയെ മതാത്മകമായി വിഭജിച്ച് ദേശീയ പ്രസ്ഥാനത്തെ അസ്ഥിരീകരിക്കുക എന്ന ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിക്കുന്നതിൽ, ഈ ദ്വിരാഷ്ട്രവാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് നരേന്ദ്രമോദി പ്രതിദാനം ചെയ്യുന്ന ഹിന്ദു മഹാസഭയും RSSുമായിരുന്നു. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ത്യയെ വിഭജിച്ച മതരാഷ്ട്രവാദ സിദ്ധാന്തവും അതിൻ്റെ അങ്ങേയറ്റം വിധ്വംസകമായ, വിദ്വേഷപൂർണമായ രാഷ്ട്രീയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടതാണ്. സവർക്കറെ പോലുള്ള ഒരു ഹിന്ദുത്വവാദി മതരാഷ്ട്രവാദത്തിൻ്റെ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമൊക്കെ അടങ്ങുന്ന ജനങ്ങൾ ഒന്നിച്ച് നിന്ന് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്ന, ബ്രിട്ടൻ്റെ ഇന്ത്യയിലെ അധികാരത്തിൻ്റെ നെടുംതൂണുകളെ പിടിച്ചു കുലുക്കാൻ കഴിയുന്ന രീതിയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്നതാണ് ഇന്ത്യ എന്ന രാഷ്ട്രം. ഹിന്ദു മുസ്ലിം മൈത്രിയില്ലാതെ സ്വരാജ് സാധ്യമല്ല എന്ന ഗാന്ധിജിയുടെ നിലപാട്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അണിനിരന്ന മതനിരപേക്ഷ രാഷ്ട്രീയ ധാരയുടെ നിലപാട്, ഈ നിലപാടുകളാണ് ഹിന്ദു മഹാസഭയും RSSനെയും പ്രകോപിപ്പിച്ചത്. ഹിന്ദു മഹാസഭക്കാരനായ മിസ്റ്റർ ഹെഡ്ഗേവാറാണ് RSSന് രൂപം കൊടുത്തത്. ഹെഡ്ഗേവാർ RSSന് രൂപം കൊടുക്കുന്നതിന് കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവചരിത്രകാരനായ മിസ്റ്റർ ദിഷികാർ, ഡോക്ടർ ജിയുടെ, മിസ്റ്റർ ഹെഡ്ഗേവാറുടെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്ന ഒരു രാഷ്ട്രമാകാൻ പാടില്ല, ഹിന്ദുക്കൾ തന്നെ ഒരു രാഷ്ട്രമാണ് എന്ന വാദമാണ് സവർക്കറുടെ ആശയങ്ങളുടെ തുടർച്ചയിൽ ഹെഡ്ഗേവാർ ഉയർത്തിയത്, BS മുഞ്ചെ ഉയർത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്
ഗാന്ധിയെ ഹിന്ദുക്കളുടെ ശത്രുവായി പ്രഖ്യാപിച്ചത്. ഹിന്ദു മുസ്ലിം മൈത്രി ഇല്ലാതെ സ്വരാജ് സാധ്യമല്ല എന്ന ഗാന്ധിയുടെ ഉറച്ച നിലപാടിനെതിരായിരുന്നു ഹിന്ദു മഹാസഭ. ആ ഹിന്ദു മഹാസഭയുടെ മുൻകൈയിലാണ് അതിൻ്റെ നേതാക്കളായ BS മുഞ്ചയും ഹെഡ്ഗേവാറും മുൻകൈയെടുത്താണ് 1925 RSS ഉണ്ടാക്കുന്നത്. ഹിന്ദു മഹാസഭയേക്കാൾ കുറെ കൂടി മിലിറ്റൻ്റായ രീതിയിൽ ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം വിഭജനമുണ്ടാക്കാനുള്ള, വർഗീയ ചേരിതിരിവുണ്ടാക്കാനുള്ള, അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനെതിരായി ഒന്നിച്ചു നിൽക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളെ, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം കലഹിപ്പിക്കാനുള്ള ഒരു വർഗീയ അജണ്ടയിൽ നിന്നാണ്, ഭിന്നിപ്പിക്കുക, ഭരിക്കുക എന്ന കൊളോണിയൽ തന്ത്രത്തിൽ നിന്നാണ് RSS ജന്മമെടുക്കുന്നത്. നരേന്ദ്രമോദിക്ക് മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം RSSൻ്റെ പ്രചാരക്കായിരുന്നു എന്നത് മാത്രമാണ്. അങ്ങനെയുള്ള ഒരാൾ എന്താണ് ചരിത്രത്തെ തെറ്റായി അപനിർമ്മിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് പാർലമെൻറ്റിൽ പ്രസംഗിക്കുകയാണ്. നെഹ്റുവാണ് വന്ദേ മാതരത്തെ മുറിച്ചു മാറ്റുക വഴിയാണ് ഇന്ത്യൻ വിഭജനത്തിന് അടിസ്ഥാനമിട്ടത് എന്ന് 1937 കോൺഗ്രസിൻ്റെ ACC സമ്മേളനം വന്ദേ മാതരം ദേശീയ ഗാനമായി ഉപയോഗിക്കാനും അതിൻ്റെ ആദ്യ വരികൾ മാത്രം ഉപയോഗിക്കാനും തീരുമാനിക്കുന്നത്. ഹിന്ദു ദേവതകളെ വിളിച്ചാരാധിക്കുന്ന മറ്റു വരികൾ ഇന്ത്യയിലെ മറ്റ് ജനവിഭാഗങ്ങൾ, മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമല്ല. മുസ്ലിങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ. ഇതായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ, കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ ശക്തികളുടെ നിലപാട്. ഈ വിവാദങ്ങൾ കത്തിനിന്ന കാലത്താണ് ഇന്ത്യയിൽ 1925 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഹിന്ദു മുസ്ലിം പ്രോബ്ലംസ് ഇൻ ഇന്ത്യ എന്ന വളരെ വിഖ്യാതമായ ലഘുലേഖ ഇറക്കുന്നത്. ആ ലഘുലേഖയിലൂടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞത് മതമാകരുത് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം. ഇന്ത്യയിൽ ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും മതരാഷ്ട്രവാദം ഉയർത്തുകയാണ്. മതത്തിനപ്പുറത്ത് എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസധാരകൾക്കും ഒന്നിച്ച് കഴിയാൻ കഴിയുന്ന, ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന ഒരു മതനിരപേക്ഷ രാഷ്ട്രസങ്കല്പം ആ അർത്ഥത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അജണ്ടയിലേക്ക് കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ശക്തമായ ഇടപെടൽ നടത്തി. അതിൻ്റെയൊക്കെ ചരിത്ര പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന, വ്യത്യസ്ത ഭാഷാ സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന, വ്യത്യസ്ത ഗോത്ര വംശജന വിഭാഗം ഉൾക്കൊള്ളുന്ന ബഹുസ്വരതയിൽ അധിഷ്ഠിതമായ ഇന്ത്യ എന്ന ആശയം രൂപപ്പെട്ടു വരുന്നത്. ആ ഇന്ത്യ എന്ന ആശയത്തിനെതിരായിട്ട് എക്കാലത്തും നിലപാടെടുത്ത ആളുകൾ ആര്യബ്രാഹ്മണ്യത്തിൻ്റെ ധർമ്മശാസ്ത്രങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഭാരത സങ്കല്പം മുന്നോട്ട് വെച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റെല്ലാ വിഭാഗം ജനങ്ങളും ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തെ അസ്ഥിരീകരിക്കാൻ ശ്രമിച്ചവരാണ്. വിഭജനത്തിൻ്റെ കഥ പറയുന്ന നരേന്ദ്രമോദി, അതിൻ്റെ പേരിൽ നെഹ്റുവിനെ പോലുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സെക്കുലർ ലീഡർഷിപ്പിനെ ആക്രമിക്കുന്ന നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദി ഇന്ത്യ 1947 അധികാര കൈമാറ്റം നടക്കുമ്പോൾ ഇന്ത്യയിലെ 500 ചില്ലാനം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യ യൂണിയൻ്റെ ഭാഗമാകുന്നതിനെതിരെ നിന്നവരാണ്. കാശ്മീരിലെ ദോഗ്ര രാജാവിനോടൊപ്പം ചേർന്ന് ഇന്ത്യക്കെതിരായി യുദ്ധം നയിച്ച രാജ്യദ്രോഹത്തിൻ്റെ ചരിത്രമാണ് RSSന് സ്വന്തമായുള്ളത്. പ്രജാപരിഷത്ത് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കി കാശ്മീരിലെ രാജഭരണത്തിന് പിന്തുണ കൊടുത്തവരാണ് RSSകാർ. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരരുത് എന്നായിരുന്നു അവരുടെ നിലപാട്. അതിനെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടി സർദാർ വല്ലഭായ് പട്ടേലും അദ്ദേഹത്തിൻ്റെ വലങ്കൈയായി പ്രവർത്തിച്ച മലയാളി കൂടിയായിട്ടുള്ള VP മേനോനുമൊക്കെ വഹിച്ചിട്ടുള്ള പങ്ക് ചരിത്രത്തിൽ നമുക്ക് കാണാം. അവർ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ്? ഇന്ത്യ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജാക്കന്മാർക്ക് എല്ലാ പിന്തുണയും നൽകിയത് ഹിന്ദുത്വവാദികളാണ്, RSSകാരാണ്. ഇന്നത്തെ ഇന്ത്യയുടെ സംയോജനത്തിന്, രൂപീകരണത്തിന് എതിര് നിന്നവരാണ് നരേന്ദ്രമോദി പ്രതിദാനം ചെയ്യുന്ന RSS. ആ ഒരു കുറ്റകരമായ, ഒരിക്കലും മാപ്പർഹിക്കാത്ത, ഇന്ത്യാവിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര അജണ്ടയിൽ നിൽക്കുന്ന നരേന്ദ്രമോദി വന്ദേ മാതരം എന്ന ഗാനത്തിലുണ്ടാക്കിയ മുറിവാണ് ഇന്ത്യ വിഭജനത്തിലേക്ക് എത്തിയത്. അതിന് ഉത്തരവാദി നെഹ്റുവാണെന്നൊക്കെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ അത്തരം പ്രസംഗങ്ങളിലൂടെ നെഹ്റു നമ്മുടെ ചരിത്രത്തെ, ഒരു ദേശരാഷ്ട്രമായി ഇന്ത്യ രൂപപ്പെട്ട ആശയങ്ങളെ ആകെ നിരാകരിക്കുകയും തൻ്റെ വർഗീയ വിദ്വേഷ അജണ്ട
അതിനെ പുനരുജ്ജീവനമുണ്ടാക്കാൻ, അതിനുവേണ്ടി ചരിത്രത്തെ തെറ്റായി അപനമിക്കുകയാണ് ഇത്തരം ഇടപെടലുകളിലൂടെ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്.